കേരളത്തിലെ പ്രവാസികൾക്കായി കേരള പ്രവാസി വെൽഫെയർ ബോർഡ് നൽകുന്ന പ്രവാസി പെൻഷൻ വിതരണത്തിനായി 32 കോടി രൂപ അനുവദിച്ചു സർക്കാർ. ഓണത്തിന് മുന്നോടിയായി അർഹരായവരുടെ അക്കൗണ്ടുകളിൽ ഈ തുക എത്തും. മിനിമം പെൻഷൻ തുക 3000 രൂപ മുതൽ 3500 രൂപ വരെയായും അടച്ച വർഷങ്ങൾക്ക് ആനുപാതികമായി പരമാവധി 7000 രൂപ വരെയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ പ്രവാസികൾക്കായി കേരള പ്രവാസി വെൽഫെയർ ബോർഡ് നൽകുന്ന പ്രവാസി പെൻഷൻ വിതരണത്തിനായി 32 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് സർക്കാർ ഇപ്പോൾ. ഓണത്തിന് മുന്നോടിയായി അർഹരായവരുടെ അക്കൗണ്ടുകളിൽ തുക വന്നു ചേരും. മിനിമം പെൻഷൻ തുക 3000 രൂപ മുതൽ 3500 രൂപ വരെയായും അടച്ച വർഷങ്ങൾക്ക് ആനുപാതികമായി പരമാവധി 7000 രൂപ വരെയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പ്രവാസി ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ വിതരണത്തിനായി ധനവകുപ്പ് 32 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. തുക ലഭ്യമായതോടെ ഓണത്തിന് മുന്നോടിയായി അർഹരായ പ്രവാസികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുമെന്നാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചത്. മുൻ സർക്കാരിന്റെ കാലത്ത് പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ പെൻഷൻ ഫണ്ട് വകമാറ്റി ചിലവഴിച്ചത് മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയാണ് പെൻഷൻ വിതരണം മുടങ്ങാൻ കാരണമായത്. എങ്കിലും പ്രവാസികളോട് സർക്കാരിനുള്ള പ്രതിബദ്ധത മുൻനിർത്തിയാണ് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട ആദ്യഘട്ട തുക അനുവദിച്ചത്. കുടിശ്ശികയായിട്ടുള്ള തുക എത്രയും പെട്ടെന്ന് അനുവദിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി കർശന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഈ ഓണത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് പ്രവാസി പെൻഷൻ എത്തും. 2026 മെയ് മാസം മുതലുള്ള 3 മാസത്തെ പെൻഷൻ കുടിശ്ശിക തീർക്കാനായി സർക്കാർ 32 കോടി രൂപ അടിയന്തരമായി അനുവദിച്ചിരിക്കുന്നത്. നിലവിൽ 60 വയസ്സ് പൂർത്തിയായ പ്രവാസികൾക്ക് വിഭാഗം അനുസരിച്ച് കുറഞ്ഞ പെൻഷൻ 3000 രൂപ മുതൽ 3500 രൂപ വരെയാണ് ലഭിക്കുക. നിങ്ങൾ 5 വർഷത്തിൽ കൂടുതൽ തുടർച്ചയായി ക്ഷേമനിധിയിലേക്ക് വിഹിതം അടച്ചിട്ടുണ്ടെങ്കിൽ ഓരോ അധിക വർഷത്തിനും ആനുപാതികമായി 3% വീതം വർധനവ് മിനിമം പെൻഷൻ തുകയ്ക്ക് പുറമെ ലഭിക്കും. ദീർഘകാലം വിഹിതം അടിച്ചവർക്ക് ഈ ആനുപാതിക വർധനവ് ഉൾപ്പെടെ പരമാവധി 7000 രൂപ വരെ പ്രതിമാസ പെൻഷനായി ലഭിക്കാനും അർഹതയുണ്ട്. ഇത്രയും നാൾ കാത്തിരുന്ന പ്രവാസികൾക്ക് ഇത് ബമ്പർ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.